എന്തുകൊണ്ടാണ് ഈ സെർവോ മോട്ടോർ ഉപയോഗിക്കുന്നത്? അതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി നമുക്ക് ആദ്യം നോക്കാം. ആയിട്ടാണ് കേട്ടോ റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം, ഇത് പെട്ടെന്ന് വന്ന് നിൽക്കും, ഓരോ പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ടോ. ഇനി നമുക്കിത് ഒന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സെർവോ മോട്ടറാണ്. ഓൾറെഡി നമ്മൾ സെർവോ മോട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ, അതായത് ഒരു PLC, ഒരു HMI, അതേപോലെ സെർവോ മോട്ടർ ആൻഡ് ഡ്രൈവ്സ്, ഇത് മൂന്നും സിങ്കർണൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പീഡ് കൺട്രോളിങ്ങും അതുപോലെ അതിൻ്റെ പൊസിഷൻ കൺട്രോളിങ്ങും അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെർവോ മോട്ടോർ ഉപയോഗിക്കുന്നത്? അതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി നമുക്ക് ആദ്യം നോക്കാം. സെർവോ മോട്ടോർ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റമാണ്. നമുക്കറിയാം എന്താണ് ക്ലോസ് ലൂപ്പും എന്താണ് ഓപ്പൺ ലൂപ്പും. നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലൊരു ഫീഡ്ബാക്ക് ഉണ്ടാവും. അതാണ് ഈ ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് എപ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ആ മെഷർ ചെയ്ത ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണ്. ഇതിനെയാണ് ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവോ മോട്ടറിൽ എങ്ങനെയാണ് ക്ലോസ് ലൂപ്പ് വരുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇൻബിൽട്ട് എൻകോഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽട്ട് എൻകോഡർ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഷാഫ്റ്റിൻ്റെ, അതായത് നമ്മൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുള്ളൂ, ആ ഷാഫ്റ്റിൻ്റെ യഥാർത്ഥ സ്പീഡ് ലൈവായിട്ട് അത് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ആ മെഷർ ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ ആ റൊട്ടേഷൻ പൾസിൻ്റെ രൂപത്തിൽ നമ്മൾ തിരിച്ച് ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓൾവേസ് ഇൻബിൽട്ട് എൻകോഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആക്യുറേസി ഭയങ്കര ഹൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ഇൻഡക്ഷൻ മോട്ടർ ഒരു 5% ആണ് ആക്യുറേസി എങ്കിൽ സെർവോ മോട്ടർ ആക്ച്വലി 0.01, 0.02 അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് നിർത്താൻ പറ്റും, നിർത്തേണ്ടത്. അതാണ് ഇതിൻ്റെ ആക്യുറേസി ലെവൽ വളരെ ഹൈ ആണ്. ആൻഡ് അതുപോലെ തന്നെ റിപ്പീറ്റബിലിറ്റിയും കൂടുതലാണ്. പിന്നെ ഇതിനകത്തൊരു മെയിൻ പ്രത്യേകതയാണ് ഇത് 3 രീതിയിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, 3 തരത്തിൽ. അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാം, സ്പീഡ്, 2 പൊസിഷൻ, 3 ടോർക്ക്. ഈ 3 രീതിയിൽ നമുക്കിതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ് ഈ സെർവോ മോട്ടർ എന്ന് പറയുന്നൊരു ഡിവൈസ്. രണ്ടാമത് ഇതിൻ്റെ ആക്യുറേസി ലെവല് വളരെ ഹൈ ആണ് കമ്പയർഡ് ടു ദ ഇൻഡക്ഷൻ മോട്ടർ. മൂന്നാമത് ഇതിനെ 3 മോഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് സ്പീഡ് മോഡാണ്, 2 പൊസിഷൻ മോഡാണ്, 3 ഇതിൻ്റെ ടോർക്ക് മോഡാണ്. ഈ 3 രീതിയിൽ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ആപ്ലിക്കേഷൻ നമുക്കിതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. മോഡ് സെലക്ഷൻ പോസിബിൾ ആണ്. എവിടെയാണ് ഈ സെർവോ മോട്ടർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? അതാണ് അടുത്തൊരു ഡൗട്ട്. സെർവോ മോട്ടർ ഏറ്റവും ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. രണ്ടാമത് വരുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ലൈക്ക് ഫുഡ് ആൻഡ് ബിവറേജസ്, ലെയ്ത്ത്, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ലൈക്ക് നമ്മളെ CNC മെഷീൻസ്, അങ്ങനെ ഒത്തിരി മെഷീനറീസിൽ ഓൾറെഡി ഈ സെർവോ മോട്ടോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സെർവോ മോട്ടറിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സെർവോ മോട്ടർ മീൻസ് സെർവോ മോട്ടറും പ്ലസ് ഡ്രൈവും കൂടെ നമുക്കൊരു പാക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒന്ന്, സെർവോ ഡ്രൈവ് ഉണ്ടാവും, സെർവോ മോട്ടർ ഉണ്ടാവും, ഇൻബിൽട്ട് എൻകോഡർ ഉണ്ടാവും, എൻകോഡർ ഫീഡ്ബാക്ക് കേബിൾ ഉണ്ടാവും, അതുപോലെ പവർ കേബിൾസ് ഉണ്ടാവും. ഇത്രയും ഐറ്റംസ് ഒരു സെർവോ പാക്കിനകത്ത് ഉണ്ടാവും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു സെർവോ മോട്ടറിന് വരുന്ന മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആക്യുറേസി ഹൈ ആണ്, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ് ഇതിനകത്തുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് റിപ്പീറ്റബിലിറ്റി വളരെ ഹൈ ആണ്. ടോർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ടോർക്ക് ബേസ്ഡ് ഓൺ സെലക്ഷൻ ആണ്. അതായത് എത്ര ടോർക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് മോട്ടറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് കണ്ടിന്യൂസ് ഡ്യൂട്ടി മോട്ടറാണ്. കണ്ടിന്യൂസ് ഡ്യൂട്ടി പോസിബിൾ ആണ്. ഇൻഡക്ഷൻ മോട്ടർ പോലെയല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ ഇത് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. ടോർക്കും സ്പീഡും ആണ് ഇതിൻ്റെ, അതായത് എത്ര ന്യൂട്ടൺ മീറ്റർ, എത്ര സ്പീഡ്, ആ റേഞ്ച്, ആ ഒരു പാരാമീറ്റർ, അതേപോലെ കിലോ വാട്ടിന് അനുസരിച്ചിട്ടാണ് ഈ സെർവോ മോട്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനും അതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് പോകാം. അതായത് പ്രാക്ടിക്കലി നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ PLCയും HMIയും അതേപോലെ സെർവോ മോട്ടറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ലൈവായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് HMI നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രൊഫൈസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. 7-inch HMI ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് സെർവോ മോട്ടർ സീമെൻസിൻ്റെ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, V9 എന്ന് പറയുന്ന മോഡൽ.
മൂന്നാമത്തെ PLC നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സീമെൻസിൻ്റെ തന്നെ S7-200 സ്മാർട്ട് എന്ന് പറയുന്ന PLC ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സെർവോ മോട്ടറിൻ്റെ പ്രത്യേകതകളും അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സെർവോ മോട്ടറിനെ PLC ആയിട്ടും അതുപോലെ HMI ആയിട്ട് നമ്മൾ ഇൻ്റർഫേസ് ചെയ്തിട്ട് ലൈവായിട്ട് പവർ ഓൺ ആക്കിയിട്ട് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം സെർവോ മോട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, സെർവോ ഡ്രൈവ് ആൻഡ് HMI ആൻഡ് PLC. അപ്പോൾ സീമെൻസിൻ്റെ S7-200 സ്മാർട്ട് എന്ന് പറയുന്ന PLC ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ HMI എന്ന് പറയുന്ന പ്രൊഫേസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്, അതിപ്പോൾ സ്നൈഡറാണ് ടേക്ക് കെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ HMI 7-inch HMI ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സെർവോ ഡ്രൈവ് ഉപയോഗിച്ചിരിക്കുന്നത് B90 എന്ന് പറയുന്ന മോഡൽ സീമെൻസിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജിക്കിൻ്റെയാണ് SMBS ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വന്നിട്ട് സീമെൻസിൻ്റെ സെർവോ മോട്ടറാണെന്ന് പറഞ്ഞു, 3 ഫേസിൻ്റെ സെർവോ മോട്ടറാണ്. ഇവിടെ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 2 കിലോ വാട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ 3000 RPM ആണ് മിനിമം, മാക്സിമം വന്നിട്ട് 5000 RPM വരയ്ക്ക് ഇത് റൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടോർക്ക് 6.37 ന്യൂട്ടൺ മീറ്റർ ആണ് ഈ സെർവോ മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആംസ് റേറ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2500 PPRൻ്റെ എൻകോഡറാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നെയിം പ്ലേറ്റ് തന്നെ നമുക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെയാണ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു HMI ആണെന്ന് പറഞ്ഞു, പ്രൊഫേസ് HMI. ഈ പ്രൊഫേസ് HMIയും സീമെൻസ് PLCയും തമ്മിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ജിക്ക് എന്ന് പറയുന്ന പവർ സപ്ലൈ SMBSൽ നിന്ന് നമ്മൾ ഇതിനകത്ത് എല്ലാത്തിനും 24 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന 24 വോൾട്ടേജ് ഞാൻ ഡീപ്പായിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ PLCക്കകത്ത് നമുക്കറിയാം 24 വോൾട്ടേജ് കൊടുക്കുന്നു, അതവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ സെർവോ ഡ്രൈവിനകത്ത് നമുക്ക് 24 വോൾട്ടേജ് കൊടുക്കണം, അതവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ HMIക്കകത്തും ഈ രണ്ട് വയർ ഇവിടെ പോകുന്നത് SMBSൻ്റെ 24 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ സെർവോൻ്റെ കുറച്ചുകൂടെ വയറിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് കേബിളാണ്. അതായത് നമ്മളുടെ അനലോഗും അതുപോലെ ഡിജിറ്റലുമായിട്ടുള്ള സിഗ്നൽസ് പോകുന്നത് ഈ കേബിൾ ത്രൂ ആണ്. അതേപോലെ എൻകോഡറിൻ്റെ ഫീഡ്ബാക്ക് പോകുന്നത് ഈ ഗ്രീൻ കളർ കേബിളിലൂടെയാണ് പോകുന്നത്. ഇത് 24 ആണ്, ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഡ്രൈവ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ട് സപ്ലൈ, അതായത് 3 ഫേസ് 230 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ തൽക്കാലം സിംഗിൾ ഫേസേ കൊടുത്തിട്ടുള്ളൂ, ഡെമോ പർപ്പസ് ആയതുകൊണ്ടാണ്. നമ്മൾ ഒരു ലൈവായിട്ടൊരു പ്ലാന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി 230 തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെമോ പർപ്പസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതേപോലെ UVWൻ്റെ കേബിൾ, അതായത് 3 ഫേസിൻ്റെ കേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ വയറിങ്ങിൽ അകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വയറിങ്ങിൻ്റെ കാര്യത്തിലില്ല. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി ആയെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് പവർ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പവർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർവോ ഡിസ്പ്ലേ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതുപോലെ HMIൻ്റെ സ്ക്രീൻ വിഷൻ കൺട്രോൾസിൻ്റെ ലോഗോ വരുന്നുണ്ട്. പൊസിഷനും സ്പീഡുമാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 3 രീതിക്കാണ് കൺട്രോൾ വരുന്നത്. 1 സ്പീഡ്, 2 പൊസിഷൻ, 3 ടോർക്ക് കൺട്രോൾ. അപ്പോൾ ആദ്യത്തെ നമുക്ക് സ്പീഡ് കൺട്രോളാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സ്പീഡ് കൺട്രോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ 200 RPM നമുക്കിത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. 200 RPM കേട്ടോ, 200 RPM നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 200 RPMൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് 400 RPMലേക്ക് കൊണ്ടുവരാം. റൺ കമാൻഡ് കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു സ്പീഡിൽ, നമ്മളിപ്പോൾ 400 വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് സ്പീഡ്. അത് നമുക്ക് അപ് ടു 4000 to 5000 RPM വരയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ സെർവോ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് മിനിമം ആൻഡ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് അതാണ്. അതേപോലെ ടോർക്കും 6.37 ആണ് ഇതിൻ്റെ ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫോർവേഡ് ജോഗാണ്. നമുക്ക് നോക്കാം. ഫോർവേഡ് ജോഗ് എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രം മോട്ടർ റൊട്ടേറ്റ് ചെയ്യുക, അതാണ് ഫോർവേഡ് ജോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോൾ നമ്മൾ ആ പ്രസ്സിങ് നമ്മൾ റിലീസ് ചെയ്യുന്നോ അപ്പോൾ മോട്ടറിൻ്റെ റൊട്ടേഷൻ നിൽക്കും. ഇതാണ് ജോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ അതിൻ്റെ സ്വഭാവം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം RPM കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ലോ സ്പീഡിൽ റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് റിവേഴ്സ് ജോഗ് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നു, ആ സമയത്ത് മോട്ടർ റിവേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ഫോർവേഡ് ജോഗും റിവേഴ്സ് ജോഗും എന്ന് പറയുന്ന ഫംഗ്ഷൻ.
ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടോ, നമ്മളിപ്പോൾ ഫോർവേഡ് ജോഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 24, 25, 27 ആ റേഞ്ചിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ RPM എന്ന് പറയുന്നത് മാക്സിമം 27 ആണ്. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് കാണിക്കുന്നതിൻ്റെ അർത്ഥം ഫോർവേഡ് ജോഗ് ആണെന്നാണ്. ഇത് തന്നെ നമ്മൾ റിവേഴ്സ് ജോഗിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഡിസ്പ്ലേയിൽ നെഗറ്റീവ് ആണ് റീഡിംഗ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് റീഡിംഗ് വരുന്നുണ്ടെങ്കിൽ മോട്ടർ റിവേഴ്സ് റൊട്ടേഷനിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പൊസിഷൻ കൺട്രോൾ ആണ്. ആക്ച്വലി പൊസിഷൻ കൺട്രോൾ നമുക്ക് നോക്കാം. പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 90 ഡിഗ്രി എന്ന് അടിച്ചു കൊടുത്താൽ ആ ഷാഫ്റ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് നിൽക്കും. 45 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 45 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് നിൽക്കും. അതേപോലെ സ്പീഡും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് എത്ര സ്പീഡിൽ അവിടെ എത്തണം എന്നുള്ളത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 400 RPM അവിടെ വന്ന് നിൽക്കണോ, അതോ 20 RPM 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ച്വലി ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത് 45 ഡിഗ്രിയാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. 45 ഡിഗ്രി, സോറി 45 ഡിഗ്രി നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. RPM നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 200 RPM നമ്മൾ, അല്ലെങ്കിൽ 300 നമുക്ക് RPM സെറ്റ് 200 മതി. 200 RPM നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ പൊസിഷനിൽ വന്നിട്ട് അത് നിൽക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത നമുക്ക് നമ്മളിപ്പോൾ 45 ഡിഗ്രിയും അതുപോലെ 200 RPM ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട 180 ഡിഗ്രി നമ്മൾ റൊട്ടേഷനും, അതായത് ഡിഗ്രിയും അതേപോലെ സ്പീഡ് വന്നിട്ട് 5 RPM ആണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ, 5 RPM എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ്. നമ്മളിപ്പോൾ കാർ ഓടിക്കുമ്പോൾ ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന പോലെയാണ്. അതായത് 180 ഡിഗ്രിയാണ് റൊട്ടേഷൻ ചെയ്യുന്നത്. നോക്കിയേ, ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് നമ്മളൊരു വാച്ചിൻ്റെ സൂചി കറങ്ങുന്ന പോലെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ്, ഒരു മിനിറ്റിൻ്റെ ഒക്കെ സൂചി പോകുന്ന പോലെയാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്പീഡ് അത്രയും കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ 180 മാറ്റി നമ്മൾ 360 സെറ്റ് ചെയ്താൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഈ 5 RPM വരും. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഐറ്റംസ്, അതായത് സെർവോ മോട്ടറിന് വേണ്ടി സീമെൻസും, PLCക്ക് വേണ്ടിയിട്ട് സീമെൻസ് എന്നുള്ള ബ്രാൻഡും, അതേപോലെ HMIക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഫേസ് എന്ന് പറയുന്ന ബ്രാൻഡൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. നമ്മൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിൽ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ക്വാളിറ്റിയും അതേപോലെ തന്നെ ബഡ്ജറ്റ് നോക്കിയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓണർ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതായത് ഇതുമായി ബന്ധപ്പെട്ട റിക്വയർമെൻറ്റോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാൻഡിനും ഓരോ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് മറക്കരുത്. പ്രൊഫേസിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഡെൽറ്റയുടെ HMI വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർസ് ആണ്, അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.